ഹായ് ഓൾ, ഞാൻ അമൃത വിഷ്ണു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, ഒരു എയർക്രാഫ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എയർബസ് 320യുടെ കോക്പിറ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ. കാണുന്നതാണ് ക്യാപ്റ്റൻ സീറ്റ്. ഇവിടെയാണ് പൈലറ്റ് ഇൻ കമാൻഡ് ഇരിക്കുന്നത്. ഈ താഴെ കാണുന്ന രണ്ട് പെഡലുകൾ കണ്ടില്ലേ, അതാണ് റഡർ പെഡൽ. ആകാശത്ത് വെച്ച് എയർക്രാഫ്റ്റിന്റെ ദിശ തിരിക്കാനും ലാൻഡിങ്ങിന്റെ സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യാനുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് സെൻട്രൽ പെഡസ്റ്റൽ. ഈ നടുഭാഗത്തായി കാണുന്ന രണ്ട് ലിവറുകളില്ലേ, ഇത് ഉപയോഗിച്ചാണ് എയർക്രാഫ്റ്റിന്റെ വേഗത നിയന്ത്രിക്കുന്നത്. അതിന് താഴെയായി കാണുന്നതാണ് എഞ്ചിനുകളുടെ മാസ്റ്റർ സ്വിച്ച്. ഈ കാണുന്നതാണ് ഫ്ലാപ്സ് ലിവർ. ടേക്ക് ഓഫിന്റെ സമയത്ത് എയർക്രാഫ്റ്റിന്റെ വിങ് ഏരിയ കൂട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ കണ്ടതാണ് സ്പോയിലർ ലിവർ. ഇത് എയർക്രാഫ്റ്റിന്റെ അഡീഷണൽ ബ്രേക്കിങ്ങിനായി ഉപയോഗിക്കുന്നു. രണ്ട് പൈലറ്റുകൾക്കായി 6 ഡിസ്പ്ലേ യൂണിറ്റുകളാണ് എയർക്രാഫ്റ്റിലുള്ളത്. വലതുവശത്തുള്ള ഈ സീറ്റാണ് ഫസ്റ്റ് ഓഫീസറിൻ്റെത്. അതിന് പുറകിലായി ഈ കാണുന്നതാണ് തേർഡ് ഒബ്സർവർ സീറ്റ്. ട്രെയിനി പൈലറ്റുകൾ ഇവിടെ ഇരുന്നാണ് ഫ്ലൈയിങ് ഒബ്സർവ് ചെയ്യുന്നത്. സൈഡിലുള്ള ഈ കൺട്രോൾ വഴിയാണ് അത് പുറത്തേക്ക് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് സർക്യൂട്ട് ബ്രേക്കർ. എയർക്രാഫ്റ്റിലെ കമ്പ്യൂട്ടറുകൾ റീസെറ്റ് ചെയ്യുന്നത് ഇതുവഴിയാണ്. ഈ കാണുന്നതാണ് കോക്പിറ്റ് ക്യാമറ. ഇതുവഴി പാസഞ്ചർ ക്യാബിനിലെ വിഷ്വൽസ് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് സൈഡ് സ്റ്റിക്ക്. ഇത് ഉപയോഗിച്ചാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. ബൈ പ്രൊഫഷൻ എൻ്റെ ഹസ്ബൻഡ് ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയറാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഇൻഫർമേഷൻ സോഴ്സസ് ഒക്കെ കിട്ടിയത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ഓൾ.